നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ രാഷ്ട്രീയം വല്ലാതെ ചൂട് പിടിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഒരു വശത്ത്, പ്രതിപക്ഷം വേറൊരു വശത്ത്, ഒരു വശത്ത് ഗവർണർ. അതിൽ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത് സംഘപരിവാർ ആണ്. ഇവരുടെ ഈ മൊത്തം വഴക്കിൻ്റെ അടിസ്ഥാനമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംഘപരിവാറാണ്. സംഘപരിവാറിനെ സെനറ്റിലേക്ക് എടുത്തു. ഗവർണർ സംഘപരിവാറാണ്. കോൺഗ്രസ്സിലെ സുധാകരൻ സംഘപരിവാറാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ജി സുധാകരൻ സംഘപരിവാറുമായിട്ട് അടുത്തു. ഇങ്ങനെയൊക്കെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, അതിൽ നിന്നാണ് ഈ വേണ്ടാത്ത സംഘർഷവും പ്രശ്നവുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ മൂലകാരണം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുമ്പോൾ ആണ് ഈ സംഘപരിവാറിനെ കാണുന്നത്. എന്താ ഇവരൊക്കെ തമ്മിൽ പ്രശ്നം? ഭാരതത്തിൽ പ്രധാനമായിട്ട് 3 വിചാരധാരകളാണുള്ളത്. വിചാരധാരയല്ല, വിചാരതന്ത്രം എന്ന് പറയണം. ഒരു വൈചാരികമായ കാഴ്ചപ്പാട്. ഇത് പുറമേക്ക് കാണാനൊന്നും നോക്കില്ല. പുറമേക്ക് വി ഡി സതീശൻ അയാളെ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞായിരിക്കും ബഹളം നടക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അടിയിൽ അന്തർലീനമായ പ്രശ്നം ചരിത്രമാണ്, രാഷ്ട്രമാണ്. സംഘപരിവാർ എന്ന് വിളിക്കപ്പെടുന്ന ശക്തികൾ ഭാരതം എന്ന രാഷ്ട്രം അനാദിയായിട്ട് നിലനിന്നതാണെന്നും, സിൻസ് ടൈം ഇമ്മെമ്മോറിയൽ എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ, അങ്ങനെ നിലനിന്നതാണെന്നും അതുകൊണ്ട് വളരെ പ്രാചീനമാണെന്നും മഹത്താണെന്നും ഒക്കെ വിശ്വസിക്കുന്നു. അതിൽ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. അത് തിരുത്തിയാൽ മതി എന്നുള്ളതാണ് പൊതുവെ റൈറ്റ് വിങ് എന്നറിയപ്പെടുന്ന സംഘപരിവാറിൻ്റെ നിലപാട്. കോൺഗ്രസിൻ്റെ നിലപാട് അങ്ങനെയല്ല. കോൺഗ്രസ് പറയുന്നത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഈ രാഷ്ട്രം ഉണ്ടായത്. അത് തന്നെ മുഴുവൻ ഉണ്ടാക്കി തീർന്നില്ല. ഇത് ഒരുതരം നെഹ്റുവിയൻ കാഴ്ചപ്പാടാണ് കേട്ടോ. നെഹ്റുവാണ് ഈ കാഴ്ചപ്പാടിൻ്റെ ഒരു നേതാവ്. അപ്പോൾ അങ്ങനെ ഉണ്ടായി വരുന്നു രാഷ്ട്രം. ആയിട്ടില്ല, ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മൊസൈക്കാണ്, പല കളറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ആണ് കോൺഗ്രസിൻ്റെ. പിന്നെയുള്ളത് കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയാണ്. അതാണ് ഈ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത്. അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ ഭാരതം ഒരിക്കലും ഒരു രാഷ്ട്രമായിരുന്നില്ല. അങ്ങനെ അതിൽ തെറ്റൊന്നുമില്ല. അവർ പറയുന്നത് നത്തിങ് റോങ് ഇൻ ദാറ്റ്, ബട്ട് വി വെർ നെവർ എ നേഷൻ. പിന്നെ എന്തായിരുന്നു നമ്മൾ? പല ദേശീയതകളുടെ കോൺഫെഡറേഷനായിരുന്നു. ഒരുപാട് ദേശീയതകളുണ്ട്. അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു സംഘാതം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭാരതത്തെ കാണുന്നത് പഴയ സോവിയറ്റ് യൂണിയൻ എന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൽ നിന്നാണ്. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് എന്നായിരുന്നു. അപ്പോൾ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുകളുടെ ഒരു യൂണിയനായിരുന്നു സോവിയറ്റ് യൂണിയൻ. അതുപോലെയാണ് ഇന്ത്യയും. അതിൽ തരക്കേടുമില്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള സംഘർഷമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കാഴ്ചപ്പാടിൽ ശത്രുക്കളാണെങ്കിലും ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാരാ? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ്. ഒന്ന് രാഷ്ട്രമായിക്കൊണ്ടിരിക്കുന്നു എന്ന ചിന്താഗതി, വേറൊന്ന് രാഷ്ട്രമായിരുന്നേയില്ല, ആകുകയും വേണ്ട, ആയില്ലെങ്കിൽ എന്താ, ഇങ്ങനെ ചിന്തിക്കുന്നവർ. അപ്പോൾ ഇവർ രണ്ടും സ്വാഭാവികമായിട്ട് ഒരേ തൂവൽ പക്ഷികളായിട്ട് വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഭാരതമൊട്ടാകെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തരം കിട്ടിയാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാകുന്നതായിട്ട് കാണുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ബ്രീഫ്ലി ഭാരതീയ ജനസംഘവുമായിട്ട് 1967 കൂട്ടുകക്ഷി മന്ത്രിസഭയൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബ് ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാടെ നാമാവശേഷമായി. അപ്പോൾ അവർക്ക് മനസ്സിലായി ദേശീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടുന്നത് മുതലാവില്ല. അതിനുശേഷം ഇങ്ങോട്ട് RSS, ഭാരതീയ ജനസംഘം, പിന്നീട് BJP, ABVP ഇങ്ങനെയൊക്കെയുള്ള സംഘപരിവാർ എന്ന് പറയുന്ന ആൾക്കാരുമായിട്ട് ശത്രുത പ്രഖ്യാപിക്കുകയും അകന്നു നിൽക്കുകയും ഒക്കെ ചെയ്തു. എന്നാലും രാഷ്ട്രീയ ആവശ്യത്തിന് ചില അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടത്തി. അതാണ് VP സിംഗ് സർക്കാരിൻ്റെ കാലത്തൊക്കെ കണ്ടത്. ഈ ബേസിക് കൂട്ടുകെട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ളത് നമ്മൾ കാണുന്നു.
ഇവരുടെ പൊതുശത്രുവായിട്ട് സംഘപരിവാറിനെയും കാണുന്നു. ഇതാണ് ഈ ഡിസ്പ്യൂട്ടിൻ്റെയൊക്കെ അടിസ്ഥാനം. ബാക്കിയുള്ളതൊക്കെ ഗോഗ്വാവിളി, വെല്ലുവിളി, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി, ബഹളം, റോഡിൽ നടക്കുന്നതൊക്കെയാണ്. അതെല്ലാം ഉപരിപ്ലവമാണ്. ഒന്ന് അടങ്ങും, പിന്നീടും പൊട്ടിപ്പുറപ്പെടും, ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ ഭൂമി കുലുക്കമൊക്കെ സംഭവിക്കുമ്പോൾ ഭൂമിയുടെ 2 പാളികൾ തമ്മിൽ അടുക്കുകയും ഒന്നിൻ്റെ പുറത്തൊന്ന് കയറുകയും ഒക്കെ ചെയ്തു എന്നൊക്കെ പറയും. ഫോൾട്ട് ലൈൻ എന്ന് പറയും അതിന്. ബേസിക് ഫണ്ടമെൻ്റൽ ഫോൾട്ട് ലൈൻസ്, കൂട്ടിയിടിക്കാവുന്ന ഫോൾട്ട് ലൈൻസാണ് ഈ 3 സംഘപരിവാർ ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്ര നിർമ്മിതിയിൽ ആയിരിക്കുന്നതേ ഉള്ളൂ, മുഴുവനായിട്ടില്ല എന്നുള്ള കാഴ്ചപ്പാട്. മറ്റവരുടെ ഇതായിട്ടില്ല, ആകേണ്ട കാര്യവുമില്ല എന്നുള്ള കാഴ്ചപ്പാട്. ഈ 3 ഫോൾട്ട് ലൈൻസാണ് ഭാരതത്തിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ സംഘർഷമാണ് നമ്മൾ ഈ കൂടെ കാണുന്നത്. ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യമുള്ളത്, ചരിത്രമാണ് ഈ വഴക്കിൻ്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ വഴക്ക് എന്നൊന്നും പറയണ്ട, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനം ചരിത്രത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടാണ്. ചരിത്രത്തെ എങ്ങനെ നോക്കിക്കാണണം, ആ കാഴ്ചപ്പാട് ഭാരതത്തിൽ മെല്ലെ മാറി വരുന്നുണ്ട്. ഭാരതത്തിൻ്റെ ചരിത്രം ഭാരതത്തിൽ നിന്നുകൊണ്ട് വേണം വിലയിരുത്താൻ എന്ന വാദഗതി ചരിത്രകാരന്മാരുടെ ഇടയ്ക്ക് കൂടിക്കൂടി വരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് വിക്രം സമ്പത്ത് എന്ന ചരിത്രകാരൻ. അദ്ദേഹമാണ് സാവർക്കറുടെ ചരിത്രം സത്യസന്ധമായിട്ട് 2 വോളിയത്തിൽ വെള്ളി പുസ്തകങ്ങളായിട്ട് ഇറക്കി വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി. ശാന്ത പ്രകൃതിയും സംഗീതത്തിൽ റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് വിക്രം സമ്പത്ത്. വിക്രം സമ്പത്ത് ഈ വിഷയം ഒരു പ്രസംഗത്തിൽ കൈകാര്യം ചെയ്തു. ചരിത്രത്തെ എങ്ങനെ നോക്കിക്കാണണം. വിക്രം സമ്പത്ത് ഒരല്പം പുറകോട്ട് പോയിട്ട് ജോർജ് ഓർവെൽ എന്ന വലിയ എഴുത്തുകാരനുണ്ടല്ലോ, അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ എഴുത്തുകാരനാണ് ജോർജ് ഓർവെൽ. ജോർജ് ഓർവെൽ പറഞ്ഞു, ഭാവിയിലേക്കുള്ള താക്കോൽ ചരിത്രത്തിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു. ദ കീ ടു ഫ്യൂച്ചർ ഈസ് പാസ്റ്റ്. അപ്പോൾ നമുക്ക് വിക്രം സമ്പത്തിൻ്റെ ആ പ്രസംഗം ഒന്ന് കേൾക്കാം. To capture a group of people, a country as vast as ours, to make them your slaves, not just politically or economically, but also intellectually, you needed to break the spine of that civilization. You needed to break that sense of self-respect and identity that they had. And they knew that the only way to do that was through a control over our narrative of the past. And that's what we are seeing all through. I mean, today history is such a live battlefield. Political parties are fighting over matters of history because they also realize that the key to, as George Orwell had said, the key to the future is through the past. ഒരു ജനതയെ നിയന്ത്രിക്കുന്നത് എങ്ങനെ, അവരെ മാനസികമായി കീഴ്പ്പെടുത്തുന്നത് എങ്ങനെ, അതിനുള്ള ഏക വഴി അവർക്കൊരു ചരിത്രമില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക, അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക, അവർക്ക് അസ്തിത്വം അഥവാ അസ്മിത ഉണ്ടായിരുന്നതേയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ആ നരേറ്റീവ് അവർ വിഴുങ്ങുക, അതിൽ ജീവിക്കുക. അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ചരിത്രം വലിയൊരു ആയുധമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ മുഴുവൻ ചരിത്രത്തെ ചൊല്ലിയാണ്. രാമജന്മഭൂമി ചരിത്രമല്ലേ, സാവർക്കർ ചരിത്രമല്ലേ, ഗോൾവൽക്കർ ചരിത്രമല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, കോൺഗ്രസിൻ്റെ ചരിത്രം, മഹാത്മാഗാന്ധിയുടെ ചരിത്രം, ചരിത്രത്തെ ചൊല്ലിയാണ് വഴക്കെല്ലാം നടക്കുന്നത്. അല്ലാതെ വരാൻ പോകുന്നതിനെ ചൊല്ലിയല്ല. ഒരുപക്ഷെ ഇപ്പം നടക്കുന്നതിനെ ചൊല്ലി ചില്ലറ തർക്കങ്ങൾ നടക്കുന്നുണ്ടാവാം. ബട്ട് മേജർ അടിസ്ഥാനപരമായ തർക്കവും യുദ്ധവും നടക്കുന്നത് ചരിത്രത്തെ ചൊല്ലിയാണ്. കാരണം ചരിത്രത്തെ കീഴ്പ്പെടുത്തി വരുതിക്ക് കൊണ്ടുവന്നാൽ ആ നരേറ്റീവ് അനുസരിച്ച് മൊത്തം ജനത നിങ്ങളുടെ നിയന്ത്രണത്തിലാവും. നമുക്കൊരു ചരിത്രം ഉണ്ടായിരുന്നില്ല, നമുക്കൊരു നാഗരികത ഉണ്ടായിരുന്നില്ല, സംസ്കാരം ഉണ്ടായിരുന്നില്ല എന്ന് ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം തകർന്നു പോകും. ആത്മവിശ്വാസം തകർന്നവനെ അടിമയാക്കാൻ വലിയ എളുപ്പമാണ്. അതുകൊണ്ടാണ് ജോർജ് ഓർവെൽ പറഞ്ഞത്,
ഫ്യൂച്ചറിലേക്കുള്ള, ഭാവിയിലേക്കുള്ള താക്കോൽ ചരിത്രത്തിൻ്റെ കയ്യിലാണ്, അഥവാ കഴിഞ്ഞു പോയതിൻ്റെ കയ്യിലാണ്. മരിച്ചുപോയവരാണ് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത്. ലോകം മൊത്തം നിങ്ങൾ നോക്കൂ, വ്യക്തിപരമായിട്ടും എടുത്തു നോക്കൂ. നമ്മളെ ഏറ്റവും സ്വാധീനിക്കുന്നത് നമ്മളുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴല്ല, മരിച്ചു കഴിയുമ്പോഴാണ്. മരിക്കുന്നത് വരെ അച്ഛൻ ഒരു സാധാരണ ഫിഗറാണ് നമുക്ക് വീട്ടിൽ. മരിച്ചു കഴിയുമ്പോൾ അച്ഛൻ മാനം മുട്ടയങ്ങ് വളരും. ഓരോ നിമിഷവും അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് മകനും മകളും ഒക്കെ പറയാൻ തുടങ്ങും. അങ്ങനെ മരിച്ചു കഴിഞ്ഞവരാണ് വ്യക്തികളെ സ്വാധീനിക്കുന്നത്. ലോക ജനതയെ ആകെ സ്വാധീനിക്കുന്നത് മരിച്ചു കഴിഞ്ഞവരാണ്. ഇപ്പോഴും തർക്കങ്ങൾ നടക്കുന്നത് മരിച്ചവരെ പറ്റിയാണ്. ഗോൾവൾക്കർ എന്നോ മരിച്ചുപോയി, സാവർക്കർ അതിനു മുമ്പ് മരിച്ചുപോയി, മഹാത്മാഗാന്ധി അതിനു മുമ്പ് മരിച്ചുപോയി, ബുദ്ധൻ മരിച്ചുപോയി, യേശുക്രിസ്തു മരിച്ചുപോയി. നോക്കുമ്പോൾ മരിച്ചവരുടെ സ്വാധീനം എന്താണെന്ന് നോക്കൂ. ജീവിച്ചിരിക്കുന്നവരിൽ എത്ര പേർക്കുണ്ട് ഇത്ര വലിയ സ്വാധീനം? അപ്പോൾ മരിച്ചവരുടെ സ്വാധീനം അഥവാ ചരിത്രത്തിൻ്റെ സ്വാധീനം അത് വളരെ വലുതാണ്. ആ ചരിത്രത്തെ കീഴ്പ്പെടുത്തി തൻ്റെ വരുതിയിലാക്കി താൻ എഴുതിയതാണ് ചരിത്രം എന്ന് അംഗീകരിപ്പിക്കുന്നവനാണ് വിജയിക്കുന്നവൻ, അധികാരം കിട്ടുന്നവൻ. ഇത് പാശ്ചാത്യർ വളരെ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അവർ അതനുസരിച്ച് പെരുമാറി. നമ്മൾ കുറേ കാലം അതിന് വഴങ്ങിയും പോയി. നമ്മളിപ്പോഴും എണീറ്റ് വരുന്നതേ ഉള്ളൂ. സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യമാണ്, മാനസികമല്ല, പൊളിറ്റിക്കലാണ്. അപ്പോൾ സായിപ്പ് നമ്മളെ ഭരിക്കുന്നില്ല, ജില്ലാ കളക്ടർ സായിപ്പല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ഇത്രയും ഉണ്ടായിട്ടുള്ള വ്യത്യാസം. പക്ഷേ വെസ്റ്റാണ് അല്ലെങ്കിൽ പടിഞ്ഞാറാണ് മഹാന്മാർ എന്നുള്ള നമ്മുടെ പൊതുവായ ഒരു ധാരണയുണ്ട്. ഒരു ചായക്കടയിൽ ഒരു സായിപ്പ് കയറി വന്നു കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായ മുൻഗണന സായിപ്പിന് കിട്ടും. അതൊരു ഇന്ത്യക്കാരനാണ്, ഒരു പഞ്ചാബിയാണ്, ഒരു തമിഴനാണ് കേരളത്തിൽ വരുന്നത് വെച്ചോ, പ്രത്യേകിച്ചൊരു പരിഗണനയും കിട്ടില്ല. അപ്പോൾ സായിപ്പന്മാർ വലിയ ആൾക്കാരാണ് എന്നുള്ളൊരു ധാരണ വരാൻ കാരണം സായിപ്പന്മാർ ചരിത്രത്തിൽ അവരുടെ നരേറ്റീവ് തയ്യാറാക്കിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. വിക്രം സമ്പത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അടുത്ത ഭാഗം നമുക്കൊന്ന് കേൾക്കാം. So, you had someone like Sir John Strachey, who was the person in charge of the Imperial Civil Services. He had said, to all the new batches of ICS officers, Imperial Civil Service officers, the first thing he would say is that the most important thing to know about India is that there never is or there never was an India. So this whole idea that there was no concept of a nation state itself, there was never a concept of India. We, the British, came and gave you this civilizing power. We gave you a sense of nationhood. We gave you education, railways, culture, civilization, and all of that. That has been somewhere dinned into our heads. I think a lot of us educated Indians too, subliminally somewhere we believe that we were always warring states, we didn't have a concept of a nation or a civilization, and that we kept covering in front of invasions. ജോൺ സ്ട്രാച്ചി എന്ന ഒരു ബ്രിട്ടീഷുകാരനുണ്ടായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് വലിയ പദവിയിലൊക്കെ എത്തി, വൈസ്രോയി വരെ എത്തി. കുറച്ചു കാലം വൈസ്രോയി ആയിട്ടിരുന്നു, വേറൊരു വൈസ്രോയി ഇല്ലാതിരുന്ന ഗ്യാപ്പിൽ. അത്രയധികം സ്വാധീനമുണ്ടായിരുന്ന മനുഷ്യൻ. അദ്ദേഹമാണ് ഇമ്പീരിയൽ സിവിൽ സർവീസ്, ICS എന്ന് പറയുമല്ലോ, ഇന്നത്തെ IASന് തുല്യമായിട്ട് അന്നുണ്ടായിരുന്ന ICS, ഇമ്പീരിയൽ സിവിൽ സർവീസ് ഓഫ് ഇന്ത്യ. അവരാണ് ഭരണാധികാരികൾ. അപ്പോൾ അവരെ ജോൺ സ്ട്രാച്ചി പഠിപ്പിച്ചത്, നിങ്ങൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാരതം, ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രം ഇല്ല, അതുണ്ടായിരുന്നുമില്ല. പ്രാഥമികമായിട്ട് നിങ്ങൾ ഭരണാധികാരികൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ICSകാരെ. അതെല്ലാം അവർ വിഴുങ്ങുകയും ചെയ്തു. ചരിത്രം തുടങ്ങുന്നത് തന്നെ ഈ അടിത്തറയിലാണ്. ഭാരതം എന്നൊരു രാഷ്ട്രം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴില്ല, ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങളാണ് ഇന്ത്യ ഉണ്ടാക്കാൻ കുറച്ചെങ്കിലും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിലടിക്കുന്ന കുറേ നാട്ടുരാജാക്കന്മാരായിരുന്നു.
ഇതൊക്കെ ബ്രിട്ടീഷുകാർ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച കഥകളാണ്. ശരിയാണ്, തമ്മിൽ അടിച്ചേക്കരുത്. പക്ഷേ അപ്പോഴും ഭാരതം ഒരു രാഷ്ട്രമായിരുന്നു. എന്തിന് നമ്മുടെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ പോലും ഭാരതം എന്നാണ് ഉപയോഗിക്കുന്നത്, കേരളം എന്നല്ല. അതൊക്കെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഒരു സായിപ്പ് വന്നിട്ട് നമ്മളെ അങ്ങ് ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ തമ്മിലടിക്കുന്ന കൊച്ചു കൊച്ചു ഇടപ്രഭുക്കന്മാരാണ്, നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. ഭാരതം എന്നൊന്നില്ല, ഉണ്ടായിരുന്നുമില്ല. ഞങ്ങളാണ് നിങ്ങൾക്കെല്ലാം തന്നത്, റെയിൽവേ കൊണ്ടുവന്നു, അത് ചപ്പുചവറൊക്കെ കൊണ്ടുവന്നു എന്നൊക്കെ വീമ്പടിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഭരണാധികാരികളായ ടോപ്പ് ക്ലാസ് ഭരണാധികാരികളായ ICSകാരെ ഡീനാഷണലൈസ് ചെയ്തു. നിങ്ങൾക്കൊരു നേഷൻ ഇല്ല, ഞങ്ങളുണ്ടാക്കിത്തരാൻ നോക്കട്ടെ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്ക്, ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം. ഈ രീതിയിൽ അവരെ മാനസികമായി പരുവപ്പെടുത്തിയെടുത്തു. ഇതിവിടെ ഭാരതത്തിൽ മാത്രമല്ല, ആഫ്രിക്കയിലും സംഭവിച്ചു. നൈജീരിയൻ എഴുത്തുകാരനായ ചിനുവ അച്ചെബെ എന്നൊരു നോവലിസ്റ്റുണ്ട്, ലോകപ്രശസ്തനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റിയും വിക്രം സമ്പത്ത് പറയുന്നു, നമുക്കതൊന്ന് കേൾക്കാം. The very famous Nigerian author Chinua Achebe had this to say, that until the lions find their own storytellers, the history of the hunt will always glorify the hunter. In the case of India, unfortunately, as a nation of lions who have been hunted for centuries, we've outsourced the story of our own country, the historiography of our country, to our hunters. And it's only now slowly that the lions are finding a little squeaky voice to come up and say that no, there is another alternative history in comparison to what has always been taught to us. ചിനുവ അച്ചെബെ എന്ന എഴുത്തുകാരൻ ഒരിക്കൽ വിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ ധാരാളം കൊട്ടേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് അദ്ദേഹം പറഞ്ഞു, സിംഹത്തെ വേട്ടയാടുന്നവരുടെ ചരിത്രം അതെഴുതാൻ സിംഹത്തിനൊരാളില്ലെങ്കിൽ ആ വേട്ടയുടെ ചരിത്രം വേട്ടക്കാരന് അനുകൂലമായിട്ടായിരിക്കും എഴുതപ്പെടുക. എപ്പോഴും ചരിത്രം വിജയിച്ചവൻ്റെയാണ്, ദുർബലൻ്റെ അല്ല. ഇപ്പോൾ സിംഹത്തെ നമ്മൾ വേട്ടയാടി സിംഹം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ചരിത്രം നമുക്ക് അനുകൂലമായിരിക്കും, സിംഹത്തിന് അനുകൂലമായിരിക്കില്ല. സിംഹത്തിനൊരു ചരിത്രകാരനുണ്ട് എന്ന് വയ്ക്കുക, അയാൾ എഴുതുമ്പോൾ സിംഹത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പുറത്തു വരും. നമ്മൾ ചെയ്ത ക്രൂരകൃത്യങ്ങൾ ഇതൊന്നും നമ്മൾ എഴുതുകയില്ല, പകരം സിംഹത്തെ ക്രൂരനായിട്ട് ചിത്രീകരിക്കുകയും നിവൃത്തികേട് കൊണ്ട് നമ്മൾ സിംഹത്തെ കൊല്ലുകയായിരുന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. സിംഹമാകട്ടെ മരിച്ചും പോയി. അപ്പോൾ നമ്മുടെ ചരിത്രം നിലനിൽക്കും, വിജയിക്കുന്നവൻ്റെ ചരിത്രം നിലനിൽക്കും. ഇത് ഭാരതത്തിനും ആപ്ലിക്കബിളാണ്. നമ്മൾ പരാജയപ്പെട്ട മുറിവേറ്റ ഒരു സംസ്കാരമാണ്. നമ്മുടെ ചരിത്രം എഴുതാൻ നമുക്കാളില്ല. ഇതെല്ലാം സായിപ്പന്മാരും പിന്നെ സായിപ്പന്മാർ നിയോഗിച്ച ഇന്ത്യക്കാരും, അവരും അവനവനോട് നീതി പുലർത്തിയില്ല ചരിത്രം എഴുതുമ്പോൾ. ഒരിക്കലും ഭാരതത്തിൽ നിന്നുകൊണ്ട് ചരിത്രം എഴുതിയില്ല. സ്റ്റാൻഡ് പോയിൻറ്റും വ്യൂ പോയിൻറ്റും ഉണ്ടല്ലോ. എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അതനുസരിച്ചാണ് നമ്മളുടെ കാഴ്ചയും കാഴ്ചപ്പാടും. ഒരു കെട്ടിടത്തിൻ്റെ 2ാം നിലയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയല്ല 10ാം നിലയിൽ നിൽക്കുമ്പോൾ വേറൊരു വലിയ കാഴ്ചയായിരിക്കും. കാഴ്ചപ്പാട് എന്ന് പറയുമല്ലോ. കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ കുടവട്ടപ്പാട് എന്നൊക്കെ പറയുന്ന പോലെ ആ വിസ്തീർണം, ആ വിസ്താരം, നിങ്ങളുടെ കാഴ്ച എവിടം വരെ പോകുന്നു, അതാണ് കാഴ്ചപ്പാട്. അപ്പോൾ ഭാരതത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കാഴ്ചപ്പാട്, യൂറോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ വേറൊരു കാഴ്ചപ്പാട്. സ്റ്റാൻഡ് പോയിൻ്റ് ഏതാണെന്നനുസരിച്ച് വ്യൂ പോയിൻ്റ് മാറുന്നു. അപ്പോൾ യൂറോപ്പിൽ നിന്നുകൊണ്ട് ഭാരതത്തെ നോക്കിക്കണ്ട് ചരിത്രം എഴുതാം. ആളിരിക്കുന്നത് ഭാരതത്തിലായിരിക്കും, പക്ഷേ മനസ്സുകൊണ്ട് അയാൾ യൂറോപ്പിലാണ്. യൂറോപ്പിൽ നിന്ന് ഭാരതത്തെ നോക്കിക്കണ്ട് ചരിത്രം എഴുതും. ഭാരതീയൻ എഴുതിയ ചരിത്രമാണ്, പക്ഷേ അത് യൂറോപ്യൻ ദൃഷ്ടിയിലാണ്. ഇതാണ് നമുക്ക് സംഭവിച്ച അപജയം. നമ്മുടെ ചരിത്രകാരന്മാർ പോലും നമ്മളുടെ വിജയഗാഥകൾ പാടിയില്ല. നമ്മൾ ജയിച്ച കാര്യങ്ങൾ അവർ നിസ്സാരമാക്കി കളഞ്ഞു.
നമ്മളെപ്പോഴും തോറ്റവരാണ് എന്ന് വരുത്തി, നമ്മൾ കഴിവില്ലാത്തവരാണ് എന്ന് വരുത്തി, നമ്മളുടെ കഴിവുകളെ നിസ്സാരവൽക്കരിച്ചു. അത് ഒരു ബുദ്ധിപരമായ തലത്തിലോ അല്ലെങ്കിൽ സാംസ്കാരിക തലത്തിലോ ഒന്നും തന്നെ ഒരു കഴിവുമില്ലാത്ത, ഉള്ള കഴിവുകൾ തന്നെ വളരെ നിസ്സാരമായ. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, ഈ സർപ്പക്കാവുകളുണ്ട്. സർപ്പക്കാവുകൾക്ക് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. നിങ്ങൾ സർപ്പത്തിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. സർപ്പക്കാവിൻ്റെ പ്രത്യേകത, ഒരു കാവ്, ഒരു കുളം, അത് തീണ്ടാൻ പാടില്ല, തൊടാൻ പാടില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? കേരളം നിറയെ ഏകദേശം ഒരു 200 മീറ്റർ വെച്ച് ഒരു സർപ്പക്കാവുണ്ടാകും. സാധാരണ ഒരു പറമ്പിൽ ഒരു സർപ്പക്കാവുണ്ടാകും. അല്പം വലിയ പറമ്പാണെങ്കിൽ ഒരു സർപ്പക്കാവ്, 1-2 സർപ്പക്കാവുണ്ടാകും. യക്ഷിക്കാവെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ കേരളം മൊത്തം ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് 70കളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തും ശാസ്ത്രജ്ഞന്മാരൊക്കെ കൂടിയിട്ട് ഇതെല്ലാം വെട്ടിത്തെളിച്ചു. ഇപ്പോഴും കുറേ ബാക്കി നിൽക്കുന്നു, മനുഷ്യരിൽ കുറച്ച് നന്മയുള്ളത് കൊണ്ട്. ഒരു മരം, ഒരു ചെടി, ഒരു കുളം, ഇത് സംരക്ഷിക്കാൻ സർപ്പക്കാവ് ഉതകിയിരുന്നു. അതിൽ വിശ്വാസമുള്ളവർ വൈകുന്നേരം ഒരു തിരിയും അവിടെ കൊളുത്തി വയ്ക്കും. എത്ര മനോഹരമായ ഒരു പ്രകൃതി സംരക്ഷണമായിരുന്നു. ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് ആരാണ്? ഇതിനൊരു പർപ്പസ് ഉണ്ടോ എന്ന് പരിശോധിക്കാതെ ഇതൊക്കെ നശിപ്പിച്ചു കളഞ്ഞത് നമ്മൾ തന്നെയല്ലേ? ഇതാണ് നമ്മളെ സാംസ്കാരികമായി മുറിവേൽപ്പിച്ചിട്ട് നമുക്കൊരു സംസ്കാരമില്ല, നാഗരികതയില്ല, ഉള്ളതെല്ലാം തല്ലിപ്പൊളിയാണ് എന്ന് വരുത്തി തീർത്തിയതിൻ്റെ രഹസ്യം. ഈ പൊളിച്ചെഴുത്ത് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും തുടരാം. കുറേ അധികം കാര്യങ്ങൾ കൂടെ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, അറിയിക്കാനുണ്ട്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.